ഹലോ, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയുടെ ഡിസൈനാണ്. സിമ്പിളെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്ത യോക്ക് പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. മാത്രമല്ല എത്ര ഹാൻഡ് വർക്ക് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ വർക്കും ഹാൻഡ് വർക്കും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ റയോണിൻ്റെ പ്ലെയിൻ ബ്ലാക്ക് മെറ്റീരിയൽ 1.5 മീറ്ററും അതുപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ 1 മീറ്റർ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 1 മീറ്റർ ആവശ്യം വന്നില്ല, 3/4 മീറ്റർ മാത്രം മതിയാവും. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയലിനെ 4ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ 4ആക്കി മടക്കിയതിന് ശേഷം നമ്മൾ അജ്രക്കിൻ്റെ മെറ്റീരിയലും 4ആക്കി തന്നെ മടക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ തുണി വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം മടക്കി എടുക്കാൻ. ഇതേപോലെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളില്ലേ ഒരു 1/2 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. 1/2 ഇഞ്ച് ഇത് ജോയിൻ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് കയറ്റി വെക്കണം കേട്ടോ. ബ്ലാക്ക് പീസിൻ്റെ മുകളിലായിട്ട് 1/2 ഇഞ്ച് കയറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ നീളം വരുന്നത് നമ്മൾ ആം ഹോൾ എത്രയാണ്, എനിക്ക് 7 ഇഞ്ചാണ് ആം ഹോൾ വേണ്ടത്. അപ്പോൾ അതിൻ്റെ 1 ഇഞ്ച് കുറവ് 6.5 ഇഞ്ച് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എടുക്കാം. എന്നിട്ട് 6.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ വേണ്ടത് 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോള് 7 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ അടുത്തത് ചെസ്റ്റ് എടുക്കുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ വരുന്നത് നമ്മൾ സാധാരണ കുർത്തി അല്ലെങ്കിൽ ചുരിദാർ തയ്ക്കുന്നേരം എടുക്കുന്ന അളവില്ലേ, സെയിം അളവുകളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിന് ശേഷം നെക്കിൻ്റെ വിടുത്ത് 3.25 അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇനി ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ ബാക്കിൽ ആം ഹോളാണ് ഷേപ്പ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇതേപോലെ 1.5 ഇഞ്ച് എടുത്തിട്ട് ഈ ആം ഹോളിൻ്റെ പകുതി വെച്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ടിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്താണ്. വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് 9.5 വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് സ്ലിറ്റ് വരുന്ന കുർത്തിയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഹിപ്പ് റൗണ്ട് ഞാൻ 23.5 അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഫുൾ ലെങ്ത്ത് ഞാൻ എടുത്തത് 46 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 46 ഇഞ്ചിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ബോട്ടം റൗണ്ട് എടുക്കുകയാണ്. ബോട്ടം റൗണ്ട് 13 ഇഞ്ചാണ്. എന്നിട്ട് സ്ലിറ്റിൽ നിന്ന് ബോട്ടം റൗണ്ടിലേക്ക് ഇതേപോലെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്ലിറ്റ് വരുന്ന കുർത്തി ആയതുകൊണ്ടാണ് ഞാൻ 1.5 മീറ്റർ എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ലൈൻ കുർത്തിയായിട്ട് കുറച്ച് ഫ്ലെയർ ആയിട്ടൊക്കെ കിടക്കണമെങ്കിൽ 2 മീറ്റർ എടുത്താൽ മതിയാവും തുണി. അപ്പോൾ ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചത് അധികം ശരിയായില്ല, അതുകൊണ്ട് മുകൾ വശമൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് അടയാളപ്പെടുത്തിയില്ലേ, അതിലൂടെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ മുകളിലുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ബാക്ക് പോർഷൻ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ടിൽ പീസിൽ ഇതേപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെക്കുക. അതിലൊന്നും ഞാൻ ബാക്ക് പീസ് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ആയാലും ബാക്കിൻ്റെ ആയാലും ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഞാൻ 2 വശത്ത് ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് തയ്ച്ചെടുക്കുന്നത്. ഇനി ഇത് തയ്ക്കേണ്ടത് നമ്മൾ ബ്ലാക്ക് പീസിൻ്റെ നല്ല വശവും അജ്രക്കിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെച്ചതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ചായിരുന്നു കയറ്റി വെച്ച ആ 1/2 ഇഞ്ചിൽ വെച്ച് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ബാക്ക് പീസ് അതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവ് ഞാൻ കുറച്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്യുന്നത്, എന്നാൽ ഫുൾ കയ്യുമല്ല. ഒരു 20 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോളിൻ്റെ 1 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച് ഞാൻ എടുത്ത് അതിൽ നിന്ന് 3 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തുക. എന്നിട്ട് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തതിന് വരച്ചതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ടിൻ്റെ സ്ലീവ് ഒന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ സ്ലീവ് ഞാനൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്തിയിരുന്നു, അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന് ലൈനിങ് വെക്കുന്നുണ്ട്. ലൈനിങ് ഞാൻ ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്ന് കാറ്റ് വന്നതായിരുന്നു.
ഇതേപോലെ നമുക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഞാൻ സെൻറ്റർ പോയിന്റിൽ ഒരു കട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും ക്യാൻവാസ് വെച്ചിട്ടാണ് തയ്ക്കുന്നതെന്ന്. അതിന് വേണ്ടി നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരുന്നത് 3.25 ആയിരുന്നു. അതേപോലെ നെക്കിൻ്റെ ഡെപ്ത് എടുക്കുന്നത് 5.5 ഇഞ്ചുമാണ്. എന്നിട്ട് ഇതേപോലെ ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് കൂടുതലായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. ഇതേപോലെ താഴെ 1 ഇഞ്ച് കൂടുതൽ വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ റൗണ്ട് നെക്കല്ല ഇതിൽ തയ്ക്കുന്നത്, ഒരു യു ഷേപ്പ് നെക്കാണ് തയ്ക്കുന്നത്. അതിനു വേണ്ടി ഇതേപോലെ യു ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെ സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ നെക്ക് ഇതേപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്ക് ക്യാൻവാസിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുവേണ്ടി 3.25 വിഡ്ത്തും അതേപോലെ ഇറക്കം 2 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഞാൻ കൂടുതൽ ഇറക്കി നെക്ക് തയ്ക്കുന്നില്ല. എന്നിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് കൂടുതലാണ് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ് വെച്ച് അതിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്ത് വെച്ചതിന് ശേഷം ഞാൻ ക്യാൻവാസ് ഒരു തുണിയിൽ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു യു ഷേപ്പിനനുസരിച്ച് നമുക്ക് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പം ഞാനിതാ ഫ്രണ്ടിലെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു തയ്ച്ചെടുത്തുനിന്ന് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഈ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഇതേപോലെ കട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു നെക്കിനെ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം സാധാരണ നെക്കൊക്കെ തയ്ക്കില്ല, അതേപോലെ പതിച്ച് തയ്ച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ ബാക്ക് പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഷോൾഡറാണ് ജോയിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ബാക്ക് പീസിലെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെക്കുക. അതിനുശേഷം ഈ ഒരു ക്യാൻവാസ് വരുന്ന ഭാഗം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ തയ്ച്ചെടുക്കാം. അതുപോലെ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്ത് തയ്ച്ചെടുത്ത പീസില്ലേ, അത് നമ്മൾ ലൈനിങ്ങിൻ്റെ പീസിൻ്റെ മുകളിൽ വെച്ച് ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസിലായി തയ്യൽ കാണരുത്, ലൈനിങ്ങിൽ പീസിൽ മാത്രം വെച്ചിട്ട് വേണം തയ്ക്കാൻ. അത് ബാക്ക് പീസിലും അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അതിനുശേഷം 2 സൈഡിൽ നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ചെസ്റ്റും വേസ്റ്റും 1.5 ഇഞ്ചും സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ചായിരുന്നു നമ്മൾ ഷേപ്പ് ചെയ്യാൻ എടുത്തത്, തയ്യൽ തുമ്പായിട്ട് എടുത്തത്. അത് നമുക്ക് ഷേപ്പ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാം. അതേപോലെ ബോട്ടം റൗണ്ടും തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല അധികം, കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് കൂടുതൽ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. ഇതേപോലെ ഞാൻ ഇപ്പോൾ കുർത്തി തയ്ച്ചെടുത്തിട്ടുണ്ട്, സ്ലീവ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലിറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബോട്ടം റൗണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പ് വരുന്ന മിററും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് എത്ര അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ മിറർ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു മിറർ വെച്ചതിന് ശേഷം ഈ ഒരു ഗമ്മ് നമ്മൾ ഉണങ്ങാൻ ടൈം കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഷുഗർ ബീഡിൻ്റെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ ഞാനിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഈ മിററിൻ്റെ സൈഡിലായിട്ട് നമുക്കൊന്ന് സൂചി കുത്തിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ ബീഡ് ഇതേപോലെ കോർത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിന് ഈ മിററിന് റൗണ്ടായിട്ട് എത്ര ബീഡ് ആവശ്യം വരും ഇതൊന്ന് വെച്ച് നോക്കുക. ഇനി കൂടുതൽ ആവശ്യം വരും ഇതേപോലെ കുറച്ചും കൂടി ബീഡ് എടുക്കുക. എന്നിട്ട് ഈ റൗണ്ടിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ ബീഡ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഉള്ള ബീഡില്ലേ, ഫസ്റ്റ് കോർത്ത ബീഡില്ലേ, അതിൻ്റെ അകത്തേക്ക് ഇതേപോലെ സൂചി എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചാൽ നമുക്കിത് റൗണ്ടായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് സൈഡിൽ നിന്ന് 2 ബീഡ് വിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ നല്ല റൗണ്ടിൽ ഈ ഒരു ബീഡ് വർക്ക് അവിടെ കിടക്കും. അപ്പോൾ രണ്ട് മുത്ത് വിട്ട് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസിയാണ് കേട്ടോ ഈ ഒരു മിറർ വർക്ക്, ഈ ഒരു ബീഡ് വർക്കൊക്കെ ചെയ്യാൻ. വലിയ പണിയൊന്നുമില്ല, മാത്രമല്ല നല്ല ഭംഗി കൊടുക്കുന്നൊരു വർക്കുമാണ്. ബാക്കി വരുന്ന മിററിൻ്റെ ചുറ്റും നമുക്ക് ഇതേപോലെ തന്നെ ബീഡ് കോർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് ഈ ഒരു കുർത്തിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിതാ ഇതേപോലെ എല്ലാ മിററിന് ചുറ്റും ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതേപോലെ സിംഗിൾ ബീഡ് വർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ലീവിനും ഇതേപോലെ തട്ടയിൽ അധികമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, തട്ടയിൽ മാത്രം മിറർ വർക്കും ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല അത്യാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ്. താഴ്വശം നല്ല പ്ലെയിൻ ആയിട്ട് വന്ന് മുകളിൽ മാത്രം യോക്ക് പോർഷനിലും സ്ലീവിലും മാത്രം നമുക്ക് പ്രിൻറ്റും വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.